ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ലോകേഷ് കനകരാജിൻ്റെ ഡയറക്ഷനിൽ, അൻപരിവിൻ്റെ സ്റ്റണ്ടിൽ, അനിരുദ്ധ് മ്യൂസിക്കിൽ എല്ലാം കൂടെ ചേർന്ന് ഒരു പടം. എന്താണ്? നമ്മുടെ തളപതി വിജയുടെ പടം. ഈ സാധനം കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാലോ പടം ഏതാണ്, ഏത് ലെവലിലാണോ നിങ്ങൾക്ക് അറിയാലോ. ഇതൊന്ന് അകത്ത് കയറ്റി പിടിച്ചിട്ട് കഴിഞ്ഞാൽ മോനെ, നമ്മുടെ തളപതി വിജയുടെ ലിയോയുടെ ട്രെയിലർ റിയാക്ഷൻ ആണ് നമുക്കിവിടെ കാണാൻ പോകുന്നത് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, പരസ്യം 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 പരസ്യം. വാ വാ മോനെ, കട്ട വെയിറ്റിംഗ്. എന്റെ മോനെ 5 മിനിറ്റ് കൊണ്ട് 11 ലക്ഷം വ്യൂസ് ആണ് മോനെ. 11 ലക്ഷം വ്യൂസ് നമുക്ക് കാണാം. വാ, വിജയ് പവർ ഡാ, വിജയ് അമോൺ. சீரியல் கில்லர் நடு ரோட்ல நின்று கண்மூடித்தனமா சொல்றான். ஏற்கனவே நிறைய பேர் தெருவில் செத்து கிடக்குறாங்க. இஸ் நோட்டோரியஸ், பார்க்குற எல்லாரையும் சொல்றான். அப்போ ஒரு துணிச்சலான ஒரு போலீஸ் ஆபீசர் சிங்கம் மாறி வந்து அந்த சீரியல் கில்லரை திருப்பி சுடுறார். போலீஸ் ஆபீசர் கண்ணு விஷயம் മോനെ കാണു കാണു, നിങ്ങൾ കാണണമെങ്കിൽ കാണണം കേട്ടോ. ரீலோட் பண்றான். அந்த கேப்ல ஃபயர் பண்றான். இப்போ அந்த போலீஸ் ஆபீசரோட கன் உன் கையில. And you have a clean shot. என்ன பண்ற? ആ ഒരു പേരാണ് രോമോ എണീപ്പിക്കുന്നു. കണ്ട് 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 அவ இந்த ஊரை ஏமாத்தலாம், உலகத்தை ஏமாத்தலாம், ஆனா என்னை ஏமாத்த முடியாது. இவனுங்க நிறுத்த போறதில்ல. ஈசல் கூட்டம் மாதிரி உன்னை தேடி வந்துட்டே தான் இருக்க போறானுங்க. நீங்க இருக்கக்கூடாது. நீங்க இருக்க உனக்கு தான் ஆபத்து. இனிமே நம்ம லைஃப் இப்படிதான் இருக்க போகுதுல. பார்த்து ஓடணும், ஒழியணும், பயந்து பயந்து சாவணும் இல்ல. குடும்பத்து மேல என்ன கை நீட்டுறீங்க? எப்படி அப்ப என்ன மாதிரி இருக்காட்டு ஆனாலுக்கு என்ன போட்டு உயிரிழந்தா நானே நடிப்பேன். எங்க ஓடி போய் ஒளிஞ்சாலும் உன்னை தேடி நான் இங்க வருவேன். உனக்கு நல்லா தெரியும். அதுக்கு மேல உண்மையை சொல்லணும்னா லியோ தான் உயிரோடு சொல்லணும். Rest in peace. என்னடா பண்ணி வச்சிருக்கீங்க എന്റെ മോനെ. വിഷയതാണ് കേട്ടാ, വിഷയതാണ് ഇഷ്ടപ്പെട്ടു കേട്ടാ. സഞ്ജയ് ദത്തൊക്കെ വേറെ ലെവല് കേട്ടാ. സഞ്ജയ് ദത്ത്, നമ്മളെ അർജുനൊക്കെ വേറെ ലെവല്. മുമ്പ് എന്തൊരു സ്ക്രീൻ പ്രസൻസ് കാണാൻ. വിജയൊക്കെ അടിപൊളി കേട്ടാ, സ്ക്രീൻ പ്രസൻസ് കാണാൻ പൊളി. പിന്നെ അൻപരിവിന്റെ സ്റ്റണ്ടാ കാണണല്ലോ, കിണ്ടല ഇടി. നമ്മുടെ ഗൗതം വാസുദേവൊക്കെ വേറെ ലെവല് കേട്ടോ. എനിക്ക് ആ മാത്യു തോമസിനെ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. തൃശ്ശൊക്കെ അമ്മച്ചി സെറ്റ്, സെറ്റ് കേട്ടാ. പാടാ എന്തായാലും പൊളിക്കും, എനിക്ക് ഉറപ്പാണ് പൊളിച്ചിരി. അനിരുദ്ധിന്റെ മ്യൂസിക്കിലൊക്കെ അടിപൊളിയാട്ടെ. ഇനി ലിയോ ദാസ് ഫാമിലി, ദാസ് ആൻഡ് കോ ഫാമിലിയിലുള്ള കഥയാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഇനി ഈ പടം ഇനി LCO ആണോ അതോ ഇനി സ്റ്റാൻഡ് അലോൺ പടമാണോ എന്നും ഒരു പിടിയില്ല. എന്തായാലും സിനിമ മാറിട്ട് പൊളിക്കുക. ഇനി എത്ര ദിവസം കൂടെ അല്ലേ നമുക്ക് പൊളിച്ചെടുക്കുക. എന്തായാലും ട്രെയിലർ പൊളിച്ച് ഗൈസ് എല്ലാവരും കാണുക കേട്ടോ. നമ്മൾ ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും കിട്ടില്ല ഒരു ട്രെയിലർ വിജയുടെ. അതായത് പല ട്രെയിലറുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്
എടുത്തു വെച്ചിങ്ങനെ എഡിറ്റിങ് ആ ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടല്ലോ മറ്റേ ഹൈനയുടെ ഒക്കെ സീന് ഒരു രക്ഷയില്ല കേട്ടാ. അതിലൊക്കെ എല്ലാവരും അടിപൊളിയുടെ. മാത്യു തോമസ് എന്തുവാടെ അത്? മാത്യു തോമസ് അവൻ ഈ മലയാളത്തിൽ കണ്ടിട്ട് തമിഴിൽ അവൻ എന്ത് കാണിക്കണം? അവൻ എന്ത് ലുക്ക് പായല് ചെറുക്ക് കാണിക്കണത്. ആ ത്രോയൊക്കെ എറിയണ ത്രോയൊക്കെ വേറെ ലെവല്. ഗൈസ്, അപ്പം ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും പറയണില്ല. ഇത് പൊളിക്കും പടം. ഫസ്റ്റ് ഷോ നമ്മൾ പൊളിക്കും. എല്ലാവരും പോയി കാണണം കേട്ടാ. ഈ പടത്തിന് വേണ്ടി കട്ട വീച്ചിങ്ങനെ ഇനി എത്ര ദിവസങ്ങൾ മാത്രം. ഇന്ന് തീയതി 5 ഇന്ന് പൊളിച്ചാടുന്നു. തിയേറ്റർ പൂര പറമ്പാക്കും. ഗൈസ് കിട്ടില്ല റെക്കോർഡുമായിരിക്കും. നമ്മളെ തളപതി പൊളിക്കും. ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നത് നിങ്ങൾ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.